നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ മാസത്തെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ അലയൊലികൾ മാറും മുമ്പേ നവംബറിലെ തങ്ങളുടെ മത്സരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബ്രസീൽ ഒഫീഷ്യലി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ നവംബറിലെ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഈ വർഷത്തെ അവസാനത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. 2 മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നു. രണ്ടും യൂറോപ്പിൽ വെച്ചാണ്. പക്ഷേ എതിരാളികൾ ആഫ്രിക്കൻ ടീമുകളാണ്. നേരത്തെ തന്നെ ഈ 2 ടീമുകൾക്കെതിരെയാണ് ബ്രസീൽ കളിക്കാൻ പോകുന്നത് എന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അതിപ്പോൾ ഒഫീഷ്യലി അവർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. CBF ഒഫീഷ്യലി സ്ഥിരീകരിച്ചിരിക്കുന്നു. വേൾഡ് കപ്പ് കളിക്കുന്ന 2 ടീമുകൾക്കെതിരെയാണ് മത്സരം. ഒന്ന് സെനഗലാണ്, മറ്റൊന്ന് ടുണീഷ്യയാണ്. മത്സരങ്ങളുടെ ഡേറ്റും സമയക്രമവും ഒക്കെ ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യ മത്സരം സെനഗലിനെതിരെ 15-ാം തീയതി നവംബർ 15-ന് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ, ലണ്ടനിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം അവിടുത്തെ സമയം, അതായത് ബ്രസീലിയൻ സമയം ഉച്ചതിരിഞ്ഞ് 1 മണിക്കാണ് ഈ മത്സരം. ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി 9:30, അതായത് നവംബർ 15-ന് രാത്രി ഇന്ത്യൻ സമയം 9:30-നാണ് ബ്രസീൽ സെനഗലുമായിട്ട് ലണ്ടനിൽ എസ്റ്റാഡിയോ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നത്. അതിനുശേഷം ബ്രസീലും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം നവംബർ 18-നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ മത്സരം ബ്രസീലിയൻ സമയം 4:30-നാണ്, അതായത് വൈകിട്ട് 4:30-നാണ്. അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് രാത്രിയാണ് ഈ കളിയും നടക്കുന്നത്. 4:30 PM ബ്രസീലിയൻ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് പുലർച്ചെ 1 മണിക്കാണ്. അപ്പോൾ അത് ഇന്ത്യൻ സമയം 18-ാം തീയതി എന്നുള്ളത് 19-ാം തീയതി പുലർച്ചെ 1 മണിക്കാണ് ബ്രസീൽ ടുണീഷ്യയുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ഇത് ഡെക്കാത്തലൻ അറീനയിലാണ്, അതായത് ഫ്രാൻസിൽ ലില്ലിയുടെ മൈതാനത്താണ് ഈ ഒരു കളി നടക്കുന്നത്. ഏതായാലും ബ്രസീൽ ഇപ്പോൾ ഒഫീഷ്യലി കളികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.